ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഇതുകൊണ്ടുള്ള ഒരു കറിയാണ്. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതാണ്, ഇതുവരെ വെച്ചിട്ടില്ല. എന്താകുമോ എന്തോ അറിയില്ല. ഏതായാലും ഒന്ന് വെച്ച് നോക്കാം. എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഒന്ന് ഞാനും വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു മാങ്ങയും എടുത്ത് കുറച്ച് മുരിങ്ങക്കായും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേഗം ഒന്ന് വേവിച്ചെടുക്കട്ടെ ഗൈസ്. അപ്പം എല്ലാവരെയും ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വെക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. നമ്മളെ കറിക്ക് എത്രയാണോ മഞ്ഞൾപ്പൊടി വേണ്ടത് അത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ലേശം ഇടുന്നുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അത് കാരണം മുളക് പൊടി ഒരിച്ചിരി പൊടിയാണ് ഇടുന്നത്, അധികം ഇടുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കറി ഓക്കെ, കറി എടുത്തു. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി ഗ്യാസ് കത്തിച്ച് വെക്കട്ടെ. അപ്പോൾ ഗ്യാസ് ഇതാ കത്തിച്ചിട്ട് അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. എല്ലാം റെഡി. ഇനി ഇത് വേവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഗ്യാസ് തുറന്ന് കറി നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് കലക്കട്ടെ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇനി വറുത്തിടാം. എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ പിടിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ ഞാനാക്കിയത്. അതാണ് കാണിക്കാൻ കാരണം. കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടാം. അപ്പം കറി ഏകദേശം തിളക്കുന്നുണ്ട് ഗൈസ്. ചെറിയ തോതിൽ തിള വരുന്നുണ്ട്. ഇതന്നെ ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇതാ തിള വരുന്നുണ്ട് നിങ്ങൾ. ഇതാ തിളക്കുന്നുണ്ട്. കുറേശ്ശെ നല്ലോണം തുള്ളി തിളക്കണം, എന്നിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ തിളച്ചു, ഞാൻ വാങ്ങി വെക്കുന്നുണ്ട്. ഇനി വറവിനുള്ള സാധനം വെക്കട്ടെ. വറവിനുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് വറുത്തിട്ടിട്ട് കാണാമല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കട്ടെ. വേഗം കഴിയുന്ന പരിപാടിയാണ്, അധികം താമസങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന
കടുകിട്ടു. ഇനി നമുക്ക് മുളകിട്ട് കൊടുക്കണം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് മുളകിട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് ഉലുവ ഇടുന്നാന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനും ഒരു ലേശം ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇടുന്നില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത് കറിക്ക്. അതുകൊണ്ട് ഞാനും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഞാൻ ഓഫാക്കട്ടെ. കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇനി വറുത്തിരട്ടെ. അപ്പം കറി ഇതാ ഇവിടെ റെഡിയായി. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. ഒരുപാടൊന്നുമല്ല. ഓക്കേ, ബൈ.